നീ പോയി നിന്റെ ഭാര്യയെയും ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാനും നീയും, എന്റെ ഭാര്യ പെണ്ണും നിന്റെ ഭാര്യ പെണ്ണും നമ്മുടെ പഴയ കോളേജ് ജീവിതം പോലെ ഇരിക്കും. നീ എന്നാ ഒന്നും മിണ്ടാത്തത്? നീ വല്ലതും പറഞ്ഞോ? നിന്റെ ഭാര്യ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. എന്താണാ ജയിച്ചത്? അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്ത് സാധനം? ഭാര്യ എന്ന സാധനം. അപ്പോ നിന്റെ പഴയ ലവോടെ പോയി. എന്താണ് നിനക്ക് എന്തു പറ്റി? നിന്റെ ആ പഴയ ഫലിതവും തെറിപ്പാട്ടും ഒക്കെ എവിടെ? എന്റെ ഇന്നലകൾ ഇന്നെനിക്ക് വെറും ഓർമ്മകൾ മാത്രമാണ്. ഇന്ന് ഇനി നിന്റെ കാര്യങ്ങൾ പറയൂ. M.Com കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ കല്യാണം വേണമെന്നായി അമ്മ. മകന്റെ കൊച്ചിനെ ലാളിക്കാൻ അമ്മയ്ക്ക് തിരക്കായി. പെട്ടെന്നായിരുന്നു കല്യാണം. പത്മിനി, അവളാണ് എന്റെ എല്ലാം. നിനക്കവൾ ഇഷ്ടമായോ? നിന്റെ ഇഷ്ടമല്ലേ എന്റെയും ഇഷ്ടം? അതല്ല, എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷനും നിന്റെ സെലക്ഷനും ഒന്ന് തന്നെ. അപ്പോ എന്റെ സെലക്ഷൻ തെറ്റിയില്ല. പക്ഷേ അമ്മയ്ക്ക് സങ്കടമാണ്. എന്തിനാ? അമ്മയ്ക്ക് ലാളിക്കാൻ മകന്റെ കൊച്ചിനെ ഇതുവരെ കിട്ടിയില്ല. അതെന്ത് പറ്റി? നിയന്ത്രണം, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. നിനക്കിത് വല്ലതും അറിയാം? നിന്റെ കല്യാണം കഴിയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ ജീവിതത്തിൽ സംഭവിക്കില്ല. പോടാ മണ്ടച്ചാരെ, ഒന്ന് പോയാ മറ്റൊന്ന്. നിനക്കത് കഴിയുമോ? എന്റെ പത്മിനി പോയാലോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാൽ എനിക്കും അങ്ങനെ തന്നെ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നീ കുളിക്കാൻ നോക്കും. കാപ്പി ശരിയായിക്കാണും, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ജോണി, മറ്റൊന്നും തോന്നരുത്. ഞാൻ ഏതെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കാം. നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. ഓടാ, അത് ഞാൻ തീരുമാനിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപ്പെടുത്ത് ഒഴിച്ചതാണ്, അതായി പൊട്ടുന്നത്. അറിഞ്ഞില്ലല്ലേ? നിനക്കിങ്ങനെ പറ്റുന്നതല്ലല്ലോ മോളെ. പെണ്ണുങ്ങൾക്ക് ഒരു അബദ്ധം പറ്റാൻ എത്ര നേരം വേണം? അമ്മോ, എനിക്കൊരു കഷ്ണം ചൂടുള്ള പുട്ട് തരാം. കുഞ്ഞിന് ചൂടുള്ള പുട്ട് തന്നെ തരാം. അങ്ങനെ ഇഷ്ടമാണ്. പക്ഷേ അതിന്റെ ആഴത്തിൽ ചുഴികളുണ്ട്. അവിടെ അപകടം ഒളിഞ്ഞിരിക്കുന്നു. ആണല്ലേ? അതിനെ നേരിടണം. നീയല്ലേ? നിനക്കതിന് കഴിയുമോ? കഴിയും, എന്നും കഴിയും. എനിക്കറിയില്ല ഈ ഓളങ്ങൾ നമ്മെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന്. ഓളങ്ങൾ നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ. ഇവിടെ കൊണ്ടെത്തിച്ചു. ഇവിടെയോ? ഇവിടെയോ? ജോലിക്കാരന്റെ കൂട്ടുകാരോ? ഏയ് ഫ്രണ്ടോ? ഒറ്റനാണോ? ഏയ്
കൂട്ടിമുട്ടിയനെ. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വട്ടൻ ഇന്നലെ സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ എന്റെ ഇവിടെ ഒരു മുട്ട്, ഞാൻ ഒരു തട്ട് വെച്ചു കൊടുത്തു. സ്കൂൾ. ഞാനോ? നോനോ, അവൻ ജോണിയുടെ സിസ്റ്ററാണോ? ആര്? കുട്ടി. കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നും അല്ല. എന്തിനാ വിളിച്ചത്? കാപ്പി കുടിക്കാൻ. എനിക്ക് നല്ല വിശപ്പില്ല. കാപ്പി വിശപ്പിനല്ല, ദാഹത്തിനാ. എന്നാ ദാഹവുമില്ല. ജസ്റ്റ് ഫോർ കമ്പനി സൈഡ്. വന്നില്ലെങ്കിൽ ജോണിച്ചാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടെന്ന് പോയി പറയൂ കുട്ടി. കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. മരണം സാറേ. പിന്നെ എവിടെ കാണാനില്ലല്ലോ. ഇതാ എത്തിക്കഴിഞ്ഞു. നിന്റെ പുട്ടിരിക്കുന്നു, തട്ടിക്കോ. കേട്ടോന്നേ, പുട്ടിന് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ വഴക്കുണ്ടാക്കുക ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ട് പിന്നെ അമ്മന്റെ ഹോട്ടലും തേടി 5 മൈൽ വേണമെങ്കിലും നടക്കും. എന്നാ എളുപ്പമായല്ലോ. ഞാൻ വിചാരിച്ച് ജെയിംസിനൊന്നും പിടിക്കുകയില്ലെന്ന്. എനിക്ക് സാധാരണ ആഹാരങ്ങളൊക്കെ മതിയമ്മേ. ജെയിംസിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ആരുമില്ല. കള്ളം. അമ്മ വിശ്വസിക്കില്ലേ? ഇവൻ പുളുവടിയുടെ രാജാവാണ്. പറയും മോനെ, അമ്മയും അറിയട്ടെ. ഇവൻ വീട്ടിൽ കയറിയിട്ട് 3 കൊല്ലമായമ്മേ. അദ്ദേഹം അപ്പനുമായി വഴക്കാണ്. അത്ര വലിയ വഴക്കുണ്ടോ? എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാത്തതിന്. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. മോൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇത്തവണ ഞാൻ ഇവനെ കെട്ടിക്കും. അമ്മേ, നമ്മുടെ ലിസി ആയാലോ? നല്ലതാ. എന്റെ അനിയത്തിന്റെ മോളാ. എനിക്ക് കല്യാണം വേണ്ടമ്മേ. സന്യസിക്കാനാണോ ഭാവം? അത് പറ്റില്ല മോനെ. ആണായാൽ ഒരു പെണ്ണ് വേണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തോ കുറവ് തോന്നി. അവയെ കൂടി സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് തൃപ്തിയായുള്ളൂ. ആ അമ്മൂമ്മയായി ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയത്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. നരകമാണെന്നാ പലരും പറയുന്നത്. നീ തല്ലുകൊള്ളും. അല്ല, ഇത്ര നേരമായിട്ടും നീ അവളോട് രക്ഷമുണ്ടിയോ? നാണം കൊണ്ടാ. അല്ല, എന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നത് നിനക്കിഷ്ടമായില്ലേ? അവനോട് നിനക്കുമുണ്ടാവല്ലോ. മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. തമ്മി നോക്കുന്നത് ഞാൻ കണ്ടു. ഈ വായാടി പെണ്ണിനെ കൊണ്ട് തോറ്റു. ശരി, ഞാൻ മിണ്ടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ? എടാ, നീ ഇതിനു മുൻപ് ഇതുപോലൊരു സാധനത്തിന് കണ്ടിട്ടുണ്ടോ? ഇവരെപ്പോഴും ഇങ്ങനെയാ. അമ്മ ഭാഗ്യവതിയാണ്. ഇതൊന്നുമല്ല എന്റെ ഭാഗ്യം. ഇതുപോലൊരു മരുമകളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് വാ പറ്റിനെ. എന്റെ പൊന്നാറ് നാത്തൂനെ, ഒന്ന് വേഗം വായോ. ഞാനും ജോണിച്ചായനും നിങ്ങൾ രണ്ടുപേരും. ശരി. എനിക്കൊരു ചീട്ട് കുറവാ. നിനക്ക് ചീട്ടിടാനും അറിയില്ല പോരങ്ങി. ഞാൻ കറക്റ്റായിട്ടാണല്ലോ ചീട്ടിട്ടത്. ആർക്കാ കൂടുതൽ? ഒരു ചീട്ട് എന്റെ കൂടുതലുണ്ട്. അത് ഇച്ചായന് കൊടുത്തേക്കൂ. എഴുന്നേൽക്കൂ, നേരെ ഉച്ചയായി. കാപ്പി അവന് കൊടുത്തു.